ഗൈസ് നമസ്തേ. എന്റെ പേര് അനിൽ വെണ്ണൂർ എന്നാണ്. ഞാൻ യൂട്യൂബില് വളരെ യങ് ആയിട്ടുള്ള ഒരു എൻട്രന്റ് ആണ്. ഞാൻ യൂട്യൂബ് എന്റെ എക്സ്പെരിമെന്റ് തുടങ്ങിയിട്ട് കഷ്ടിച്ച് 2 മാസമേ ആയിട്ടുള്ളൂ. അതിന് മുമ്പ് ചെറിയ ചെറിയ വീഡിയോസിലൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷെ അതൊരു സീരിയസ് ആയിട്ട് എടുത്തില്ലായിരുന്നു. വളരെ നേരം പോക്കിന് വേണ്ടിയിട്ട് ചെയ്യായിരുന്നു. സീരിയസ് ആയിട്ട് നമ്മൾ ചെയ്തു തുടങ്ങിയിട്ട് ഇപ്പൊ 2 മാസമായി. ഇപ്പോ ചില രീതിയിൽ പറയുന്ന മാതിരി നമുക്ക് ചിലതൊക്കും ചിലതൊക്കത്തില്ല എന്ന് പറഞ്ഞ മാതിരി ചില വീഡിയോസ് 50 പേര് കണ്ട വീഡിയോസ് ഉണ്ട് ഇതിനിടയ്ക്ക് 2 മാസത്തിനിടയ്ക്ക്. ചിലത് 500 ഉണ്ട്, 5000 ഉണ്ട്. അപ്പോ ജനറലി സാധാരണ 3500 വരെ വ്യൂസ് ഉള്ള വീഡിയോസ് നമ്മൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കാണ് പ്രധാനമന്ത്രി നമുക്ക് പഹൽഗാമിൽ ഒരു ആക്രമണം വരുന്നതും അത് കഴിഞ്ഞ് പ്രധാനമന്ത്രി വന്ന് നമ്മുടെ മധുബനിയിൽ വന്ന് ഒരു പ്രസംഗം കാഴ്ചവെക്കുന്നത്. എന്തോ എനിക്ക് പെട്ടെന്നൊരു ഇൻസ്പിറേഷൻ തോന്നി, അതിന്റെ മലയാളം ട്രാൻസ്ലേഷൻ ചെയ്യണമെന്ന് തോന്നി. അന്ന് രാത്രി തന്നെ ഇരുന്നിട്ട് അതിന്റെ മലയാളം ട്രാൻസ്ലേഷൻ ചെയ്തു. പിറ്റേന്ന് ഉച്ചയായപ്പോഴത്തേക്ക് അത് എയർ ചെയ്തു. പ്രധാനമന്ത്രിയുടെ പ്രസംഗവും അതിന്റെ മലയാളം തർജ്ജമയും കൂടെ ചേർത്തിട്ടാണ് എയർ ചെയ്തത്. എനിക്ക് അത് പെട്ടെന്ന് എന്റെ കണ്ണുകൾ വിശ്വസിക്കാൻ പറ്റില്ല. 24 മണിക്കൂർ കൊണ്ട് തന്നെ അത് ഏകദേശം 4200 വ്യൂവേഴ്സ് വന്നു. ഒറ്റ 24 അവേഴ്സ് കൊണ്ട് ഏകദേശം 350 അവേഴ്സ് വന്നു. ഏകദേശം 40ഓളം സബ്സ്ക്രൈബേഴ്സും ആദ്യത്തെ 24 മണിക്കൂറിൽ വന്നു. മീറ്റർ അടിക്കുമ്പോൾ ഇങ്ങനെ പെട്ടെന്ന് പോകുന്ന കണ്ടപ്പോഴത്തേക്ക് വലിയ സന്തോഷമായിട്ട് തോന്നി. അപ്പോൾ പലരും യൂട്യൂബിൽ ഒന്ന് പറയാറുണ്ട്, നമുക്ക് 1000 സബ്സ്ക്രൈബേഴ്സ് 500 സബ്സ്ക്രൈബേഴ്സ് ഒരു ദിവസം കൊണ്ട്, 4000 വ്യൂവേഴ്സ് ഒരു ദിവസം കൊണ്ട് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അതൊന്നും ഓർഗാനിക് ആയിട്ടുണ്ടായ ഒരു സാധനമാണെന്ന് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചുകൊണ്ടല്ല ഒരു യൂട്യൂബറായിട്ട് ഞാൻ തുടങ്ങുന്നത്. പക്ഷെ ഈ വീഡിയോ ശരിക്കും വെച്ച് കഴിഞ്ഞാൽ എന്റെ കണക്കൂട്ടലുകൾ തന്നെ തെറ്റിച്ചു. വീണ്ടും 48 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് ആ വ്യൂസ് ഏകദേശം 8000 വ്യൂസ് ആയി. വ്യൂ അവേഴ്സ് ഏകദേശം 400ഓളം വ്യൂ അവേഴ്സ് ആയി. എന്ത് പറയുന്നു, കറക്റ്റ് നമ്മൾ 3 ദിവസം കൊണ്ട് അതിന് 13000 വ്യൂവേഴ്സ് ഉണ്ടായി. ഏകദേശം 520ഓളം വ്യൂ അവേഴ്സും ഉണ്ടായി. ഇപ്പൊ ഒരൊറ്റ വീഡിയോ തന്നെ നമുക്കിത് ചെയ്യാൻ പറ്റുമെങ്കിൽ അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കറക്റ്റ് ടാഗ്സ് കറക്റ്റ് ആയിട്ട് കൊടുക്കുക, അതിന്റെ ഹാഷ് ടാഗ് കറക്റ്റ് ആയിട്ട് കൊടുക്കുക, അതിനെപ്പറ്റിയുള്ള നറേഷൻ കൃത്യമായിട്ട് കൊടുക്കുക. പിന്നെ നോക്കുന്നത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ടോപ്പിക്സ് നമ്മൾ കിട്ടുമ്പോഴത്തേക്ക് നമ്മൾ ഒരിക്കലും അത് വിടരുത്. വളരെ സെൻസേഷണൽ ആയിട്ടുള്ള വ്യൂസ് വരും, സെൻസേഷണൽ ആയിട്ടുള്ള വാർത്തകൾ വരുമ്പോഴത്തേക്ക് ഇപ്പൊ ഞാൻ ചെയ്യുന്ന സെഗ്മെന്റ് GKയും പിന്നെ പൊളിറ്റിക്സും GKയും കറണ്ട് അഫയേഴ്സും ഒക്കെയാണ്. അപ്പൊ അതില് വളരെ പെട്ടെന്ന് വരുന്ന കാര്യങ്ങൾ നമുക്ക് പെട്ടെന്നെടുത്ത് നമുക്ക് ചെയ്യുകയാണെങ്കിൽ മറ്റ് ഒരു ചാനലുകളും ഇല്ലാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് വ്യത്യസ്തമായ കാര്യങ്ങൾ ചെയ്യും. അത് ആൾക്കാർക്ക് ആവശ്യം ഉണ്ടാവുകയും ചെയ്യുമ്പോഴത്തേക്കാണ് നമുക്ക് വ്യൂവേഴ്സ് ഉണ്ടാവുന്നത്. ഓർഗാനിക് ആയിട്ട് ഉണ്ടാകുന്ന വ്യൂവേഴ്സിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. വെറുതെ ബോട്ട് വ്യൂവേഴ്സിന്റെയും ബോട്ട് സബ്സ്ക്രൈബേഴ്സിന്റെയും കാര്യമല്ല, ഓർഗാനിക് ആയിട്ടുണ്ടാകും. ഇതിനകത്ത് യൂട്യൂബ് 98% സപ്പോർട്ട് തന്നിട്ട് അവർ എന്റെ ആ വീഡിയോസിന്റെ 3 ദിവസവും കണ്ടിന്യൂസ് ആയിട്ട് അവർ പ്രൊമോഷൻ തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് 13000 വ്യൂവേഴ്സിലെത്തി. 3 ദിവസം കൊണ്ട് 520ഓളം വ്യൂ അവേഴ്സിലെത്തി. ഞാൻ നിങ്ങൾക്ക് എന്റെ സ്ക്രീൻഷോട്ട് കാണിച്ചു തരാം. അതുകൊണ്ട് നമുക്ക് നല്ലൊരു എൻകറേജ്മെന്റ് ആണ്. നമ്മളെ കണ്ട ഒത്തിരി പേര് നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഒത്തിരി പേര് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, ഒത്തിരി പേര് ലൈക്സ് ഇട്ടിട്ടുണ്ട്. അതെല്ലാം നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ട് നമ്മൾ തുടർന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. 1 മാസത്തിനകത്ത് ഇതൊരു മോണിറ്റൈസേഷനിലോട്ട് എത്തും എന്നാണ് എന്റെ കണക്കൂട്ടല്. ഏകദേശം 379ഓളം സബ്സ്ക്രൈബേഴ്സും 1000-ൽ ചില്ലുവാനും വ്യൂ അവേഴ്സും 1 മാസം കൊണ്ട് നമുക്ക് സമ്പാദിക്കാൻ സാധിച്ചു. നന്ദി, നമസ്കാരം.